കുടിവെള്ളം, സഞ്ചാരയോഗ്യമായ റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസമനുഭവിക്കുകയാണ് ഇടുക്കി വെള്ളത്തൂവൽ നിവാസികൾ. പ്രളയാനന്തരം വീടും സ്ഥലവും നഷ്ടമായതിനെ തുടർന്നാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. 36 കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. 2018-ലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള 36 കുടുംബങ്ങളെ KCB വിട്ടു നൽകിയ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഈ മലമുകളിലാണ് പുനരധിവാസം നൽകിയത്. എന്നാൽ വേനൽക്കാലം ആരംഭിച്ചതോടെ ഇവർ നേരിടുന്നത് വലിയ ദുരിതമാണ്. കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല. കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പല വഴിക്കും പോയി. കുടിവെള്ളം വലിയൊരു പ്രശ്നമാണത്. താഴത്തെ റോഡും ഇല്ല, കുടിവെള്ളമാണ് മെയിൻ. ഇപ്പോൾ ഇല്ല. പഞ്ചായത്ത് കൊണ്ട് വെച്ച ടാങ്കാണിത്. പഞ്ചായത്ത് ഒരു 3 മാസം, കഴിഞ്ഞ വർഷം 3 മാസം വെള്ളം, 4 മാസത്തോളം വെള്ളം തന്നായിരുന്നു. ഇപ്പോൾ അത് വെള്ളമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് വെള്ളം വിതരണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. മുൻപ് പ്രദേശത്ത് പഞ്ചായത്ത് ടാങ്ക് സ്ഥാപിച്ച് വെള്ളമെത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. കുറച്ചുകാലം വെള്ളം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ പരാതിപ്പെടുന്നു. 2 കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് വളരെ ദുരന്തത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വെള്ളമില്ലാത്തതുകൊണ്ട് വഴിയില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. വെള്ളമില്ലാതായതോടെ പലരും വാടക വീടുകളെടുത്ത് ഇവിടെ നിന്നും താമസം മാറിക്കഴിഞ്ഞു. ശേഷിക്കുന്നവരാകട്ടെ വലിയ ബുദ്ധിമുട്ടിലുമാണ്. കുടിവെള്ളം മാത്രമല്ല, ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയും പരിതാപകരം തന്നെ. ഈ കിടക്കുന്ന വഴി, ഈ വഴി ഇങ്ങോട്ടുള്ള താഴെ നിന്നുള്ള വഴി, ഒരു വഴിയില്ല, ഒന്നുമില്ല. 150 രൂപ കൊടുക്കണം ഓട്ടോറിക്ഷ അവിടെ കയറി വന്നെ. അവർ ചാടിയേ വരുള്ളൂ. അവർ പറഞ്ഞാൽ ഞങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എങ്ങനെ നടക്കും? ഇവിടെ രോഗികളെ കിടക്കണം എല്ലാം. കഴിഞ്ഞ കുറച്ചുനാളുകളായി പുറത്തിറക്കാനാകാത്ത ദുരിതം തങ്ങൾ അനുഭവിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. വേനൽ കനക്കുന്നതോടെ സ്ഥിതി സങ്കീർണമായാൽ എന്തു ചെയ്യുമെന്ന ആവലാതിയും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.